സോ മൈ ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിലൂടെ ഒരു 9 മിനിറ്റ് അല്ലെങ്കിൽ ഏകദേശം ആ ലെങ്ത്തിലുള്ള ഒരു വീഡിയോയിലൂടെ അത്യാവശ്യത്തിന് ഇൻട്രൊഡക്ഷനും മറ്റും പറഞ്ഞതിനാൽ ഇനിയും ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നിങ്ങളെ വേർപ്പിക്കുന്നില്ല. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇനി ചാപ്റ്ററിൻ്റെ കണ്ടന്റിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് പഠിക്കാനുള്ള, നമുക്ക് മനസ്സിലാക്കാനുള്ള, നമുക്ക് തിരിച്ചറിയാനുള്ള, നമുക്ക് അന്വേഷിക്കാനുള്ള, നമുക്ക് പഠനം നടത്താനുള്ള, നമുക്ക് ഗവേഷണം നടത്താനുള്ള ചാപ്റ്ററിന്റെ അന്തസത്തയിലേക്ക് നമുക്കിനി പോകാം. ഇനി വൈകിക്കുന്നില്ല. സോ എല്ലാ വിഷയം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഫിസിക്സും കെമിസ്ട്രി ഏകദേശം അങ്ങനെയാണ്. ബയോളജി അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഈ പറഞ്ഞ സബ്ജക്റ്റിലൊക്കെ എല്ലാ ചാപ്റ്ററും തുടങ്ങുന്നത് പോലെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയിട്ടുള്ളത് ഒരു കാർട്ടൂൺ വെച്ചിട്ടാണ്. ഒരു കുട്ടി തൻ്റെ വീടാണെന്ന് തോന്നുന്നു, ക്വാർട്ടേഴ്സോ ഫ്ലാറ്റോ എന്തൊക്കെ ആയിക്കോട്ടെ, ആ ചെങ്ങായി നിൽക്കുന്ന സ്ഥലം അവൻ്റെ സ്റ്റഡി റൂം ആണെന്ന് തോന്നുന്നു. സ്റ്റഡി റൂമിലിരുന്ന് ചെക്കങ്ങ ഏതോ ഒരു ബുക്ക് വായിക്കാൻ, ബുക്കിന്റെ നെയിം എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടല്ലേ, എന്താണാവും എനിക്ക് ഓർമ്മയില്ല. ബുക്കിങ്ങ് വായിക്കാൻ. അപ്പോൾ ചെക്കനൊരു പഠിപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ചെക്കൻ്റെ ബാക്കിൽ പീരിയോഡിക് ടേബിളൊക്കെ ഉണ്ട്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് എൻ്റെ സ്റ്റഡി റൂമിലോ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ഒരാള് സ്റ്റഡി റൂമിലും പീരിയോഡിക് ടേബിളൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. സോ ചെക്കനൊരു ചെക്കനാണ്. ഉമ്മാനോട് അല്ലെ അച്ഛനോടോ അമ്മനോടൊക്കെ പറഞ്ഞ് പീരിയോഡിക് ടേബിളൊക്കെ വാങ്ങിക്കണം. ഓക്കെ, വിഷയത്തേക്ക് വരി മക്കളെ. അപ്പോ ചെക്കനങ്ങ ഏതോ ഒരു ബുക്ക് ഇങ്ങനെ വായിക്കുന്നതിൻ്റെ ഇടയിൽ ചെക്കന് ഭയങ്കര കൺഫ്യൂഷൻ. എന്തൊക്കെയോ കുറെ കൺഫ്യൂഷൻ ഉണ്ട്. ഈ ബോറിന്റെ ആറ്റമിക് മാതൃക മാത്രമാണോ ഒരു ആറ്റമിക് മാതൃകയായിട്ടത്, ബോറിന്റെ ആറ്റമിക് മോഡൽ മാത്രമാണോ ഒരു ആറ്റമിക് മോഡലായിട്ടുള്ളത്, മറിച്ച് അമ്പവില്ലേ തേങ്ങ വാങ്ങാ എന്നൊക്കെ പറഞ്ഞ് കുറേ സംശയമുണ്ട് ചെക്കന്. എന്താ ചെയ്യാം? അപ്പോ അതേപോലെയുള്ള സംശയങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവണം എന്നല്ല, നിങ്ങൾക്കും ഉണ്ടാവും. ഉണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മനുഷ്യനല്ലോ പിള്ളേ, ചിലപ്പോൾ അതൊക്കെ ഉണ്ടാകും. അപ്പോ ചെക്കൻ അങ്ങനത്തെ ചില സംശയങ്ങൾക്ക് ഒരു മറുപടി നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അതായത് ഈ ചാപ്റ്റർ എന്തിന് ചാപ്റ്ററിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ ആ ചാപ്റ്ററിലൂടെ, ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന NSE അധ്യാപകരായിട്ടുള്ള ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ കഴിയുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ തീരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ തീർന്ന് നിങ്ങൾ പഠിച്ചാൽ, ഞാൻ പഠിപ്പിച്ചെന്നിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചെന്നിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ പഠിച്ചാൽ അങ്ങനത്തെ ആ ഒരു കുട്ടിക്ക് തോന്നുന്ന ചില സംശയങ്ങളൊക്കെ തീരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിയും കൂടിയും വേണം. ഞാനപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓക്കെ, വീഡിയോ കാണുന്നവർ ഇങ്ങനെ കരുതുന്നുണ്ടാവും, എന്താണ് ഈ ചെങ്ങായി ഇങ്ങനെ ചിലടിക്കണേന്ന് തോന്നുന്നുണ്ടാവും. കുറച്ചൊക്കെ രസം വേണ്ടടാ, അല്ലെങ്കിലേ ഓൺലൈനാണ്. അപ്പം ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഫുൾ കണ്ടന്റ് മാത്രം, അല്ലെങ്കിൽ ഫുൾ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യുമ്പോൾ ഇതൊരു വൈബില്ല ബ്രോ വർഷീസ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, സോ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് സബ്ഷെൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ആ സബ്ഷെൽ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാൻ കുറച്ച് വണ്ടി കയറി വരാനുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. മക്കളെ, ഫസ്റ്റ് ഓഫ് ഓൾ സോഡിയത്തിന്റെ ആറ്റമിക് നമ്പർ എത്രയാണ്? ഓർക്കിടാ, എച്ച് ഹീലി ബെബിഗ്നോഫ് നീനാമകൾ സിപ്സിക്കിൾ പോരട്ടെ ആലോചിക്കട്ടാ. ഞാൻ പറയാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയമാണ്. ആലോചിക്കടാ. ഞാൻ പറഞ്ഞല്ലോ, ചികിലി പെപ്പിക്നോഫ് നീന മകൾ സിപ്സിക്കൽ ആർക്കാസ് കുട്ടി വിക്രമൻ ഫിക്കോനിക് പൂജൻ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. പോരട്ടെ ആലോചിക്കടാ. മതി, ഞാൻ പറയാം. എച്ച്, ഹി, ലി,
ബെ ബ് ക് നോഫ് നീ ന. ഈ നീനാന്റെ ന അല്ലേനടാ, എന്നെ അല്ലേനടാ നമ്മളെ സോഡിയം. സോഡിയത്തിന്റെ ലാറ്റിൻ നെയിം നാട്രിയം ആണ്. അതുകൊണ്ട് സോഡിയത്തിന്റെ സിമ്പൽ Na ആണ്. വ്യക്തവും അടിമത്തവുമായ ഭാഷയിൽ ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നില്ലേനടാ? പഠിപ്പിച്ച് തെന്നിന് മക്കളെ, പഠിപ്പിച്ച് തെന്നിന്. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ എന്റെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ സോഡിയത്തിന്റെ ചിഹ്നം സിമ്പൽ Na ആണ്. അപ്പൊ നേരെ എത്രാമത്തെ ആളേനി നമ്മൾ എണ്ണിയൊക്കെ ഇല്ലേ? എത്രാമത്തെ ആളേനി? മൂപ്പര് 11. ഇത് 2ആണല്ലേ? 11ാമത്തെ ആളാണ് മൂപ്പര്. ഓക്കെ, അപ്പോ ഈ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് നമ്മൾ എഴുതുക? എങ്ങനെ മക്കളെ നമ്മൾ ഒരു എലമെന്റിന്റെ, നമ്മൾ ഇപ്പോഴത്തെ സോഡിയം ആയിക്കോട്ടെ, വേറെ നമ്മൾ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ കണ്ടുപിടിച്ച 112 മൂലങ്ങളിൽ ഏത് കോക്കനട്ട് കൊലിയും ആയിക്കോട്ടെ, ഒരു എലമെന്റ് തന്നാൽ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതുക? നമ്മൾ ബോറിന്റെ ആറ്റമിക് മാതൃകയിൽ, ബോറിന്റെ ആറ്റമിക് മോഡലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺസ് ഷെല്ലുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഓരോ ഷെല്ലിലും ഉള്ള ഇലക്ട്രോൺസ് ഇങ്ങ വരിവരിക്കായിട്ട് എഴുതും അല്ലേ? ഇതന്നെയല്ലേ നമുക്ക് സോഡിയത്തിന്റെ കേസിൽ ചെയ്യേണ്ടത്? ആണ് മക്കളെ, നിങ്ങളെല്ലാന്ന് പറഞ്ഞാലും ആണ്. അപ്പോ നമ്മൾ എഴുതാൻ തുടങ്ങിയാണ്. സോ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് കൊള്ളും എന്ന് നമുക്ക് ആദ്യം അതിനെ അറിയണം. മണ്ടിച്ചെന്നാലൊന്നും അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ കഴിയൂല. ചില കാര്യങ്ങളൊക്കെ പഠിക്കണം. അങ്ങനെ മണ്ടിപ്പോയി കിട്ടാനാണെങ്കിൽ ഇത് പിന്നെ അതിനെന്നാ മതിയല്ലോ. പറ്റൂല, അങ്ങനെ മണ്ടിപ്പോയി കിട്ടാൻ പറ്റൂല. അപ്പോൾ ഇലക്ട്രോണിക് വിന്യാസം എഴുതണമെങ്കിൽ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വീതമാണ് അടങ്ങുക, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണുകളാണ് ഓരോ ഷെല്ലിനും ഉൾക്കൊള്ളാൻ കഴിയാന്ന് ആദ്യം അറിയണം. അതാദ്യം അറിയണമെങ്കിൽ ഒരു ഇക്വേഷൻ പഠിക്കണം എന്നല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പഠിച്ചിട്ടില്ലാത്തവരുടെ ശ്രദ്ധക്ക് പഠിക്കണം, പഠിച്ചേ തീരൂ. ഇക്വേഷനാണ് ഞാൻ ഇതിന്റെ മുമ്പത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷനാണ് 2n². ദാ ഇങ്ങേര് 2n². അതായത് 2 × n², 2 × n ഘാതം 2. സാറേ, അപ്പൊ എന്താണ് സാറേ n? ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലിന്റെ എണ്ണം. മകളെ, എനിക്ക് നിങ്ങൾ കുടിച്ചിരിക്കാനാവില്ല, ഞാൻ താത്താണ് കേട്ടോ. 2n². ഇക്വേഷൻ ഓർമ്മിപ്പിച്ചോളി കേട്ടോ. 2n². അപ്പൊ സാറേ എന്തേനി n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽ, അല്ലെങ്കിൽ ഷെല്ലിന്റെ നമ്പർ. അപ്പൊ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കിയാലോ? ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. ഒന്നാമത്തെ ഷെല്ല് n = 1. സോ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ 2n² ചെയ്ത് നോക്കിയടാ. 2n² = 2 × 1². 1² എത്രടാ? സാറേ നിങ്ങൾക്ക് അറിയാം, 1² 1. അപ്പോ 2 × 1 = 2. അപ്പൊ ഒന്നാമത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ ആണ് കൊള്ളുക. ഓക്കെ, രണ്ടാമത്തെ ഷെല്ല് നോക്കിയാലോ? യെസ്, രണ്ടാമത്തെ ഷെല്ല് നോക്കുമ്പോൾ n = 2. ഇക്വേഷൻ കിട്ടരാ? ഇക്വേഷൻ 2n². അപ്പൊ 2 × 2². 2² എത്രടാ? 4. അപ്പൊ 2 × 2², ദാറ്റ് ഈസ് 2 × 4, ദാറ്റ് ഈസ് = 8. അപ്പൊ രണ്ടാമത്തെ ഷെല്ലില് 8 ആൾക്കാരെ കൊള്ളും. അപ്പൊ ഒന്നാമത്തെ ഷെല്ലില് 2 ആൾക്കാരെ കൊള്ളും, രണ്ടാമത്തെ ഷെല്ലില് 8 ആൾക്കാരെ കൊള്ളും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഈ 2 ഷെല്ലിലും കൂടി ടോട്ടല് 10 ആൾക്കാരെ കൊള്ളും. പക്ഷെ 10 ഇലക്ട്രോൺസ് ആണോ സോഡിയത്തിലുള്ളത്? അല്ല സാറേ, 11 ഇലക്ട്രോൺസ് ഉണ്ട് സോഡിയത്തിൽ. അപ്പൊ പോരാ, നമുക്ക് മൂന്നാമത്തെ ഷെല്ലിലും കൂടി ഇലക്ട്രോൺസിനെ നടക്കണം. സോ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കണം. ഇവരുടെ ഇക്വേഷൻ അപ്ലൈ ഇടാം. 2n², 2 × 3², that is equal to 2 × 9, that is equal to 18. സിമ്പിൾ, ഹമ്പിൾ. ഓക്കെ,
അപ്പം മൂന്നാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോൺസിനെ കൊള്ളും. അപ്പോൾ 18 ഇലക്ട്രോൺസിനെ കൊള്ളും. നമുക്ക് ബാക്കിയുള്ളത് ഒരു ഇലക്ട്രോൺ ആണ്. ആ ഇലക്ട്രോണിനെ അങ്ങോട്ട് എടുക്കുകയും അപ്പോൾ സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എന്തായിട്ട് എഴുതാം? 281 281 എന്ന ഇങ്ങനെ ആക്കി എഴുതി കൂടെ നമുക്ക് 281 ഇങ്ങനെ എഴുതി കൂടെ എഴുതൂടാ? എഴുതാൻ പറ്റും. എടുക്കണം 281 ഇങ്ങനെ എഴുതിക്കൂടെ? ഇതാണ് 11 ആറ്റമിക് നമ്പർ. 11ാം ആറ്റമിക് നമ്പർ 11 ആയിട്ടുള്ള സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ ഇലക്ട്രോൺ വിന്യാസം അത് സോഡിയത്തിന്റെ ആയിക്കോട്ടെ, വേറെ ഏത് എലമെന്റ്, വേറെ ഏത് മൂലകത്തിൻ്റെതായിക്കോട്ടെ, ഈ ഒരു ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടിയാൽ ചങ്ങായി ഏത് ബ്ലോക്കിലാണ്, ഏത് പീരിയോഡിലാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ? പറ്റൂടാ? പറ്റും. ബൈ ദ വേ, എന്താണ് മക്കളെ ബ്ലോക്ക്, പീരിയഡ്? പീരിയോഡിക് ടേബിൾ കണ്ടില്ലടാ? ഒരു വലിയൊരു സാധനം, ആ സാധനത്തിൻ്റെതാ, വലിയൊരു സാധനത്തിൻ്റെതാ ഇങ്ങനെ 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 പോകുന്ന ആളാണ് ബ്ലോക്ക്. അങ്ങേര് എത്ര എണ്ണുണ്ട്? അങ്ങേര് 7 എണ്ണുണ്ട്. ജെയിംസ് ബോണ്ടിന്റെ ആളാണ് തോന്നുന്നു. അങ്ങേര് 7 എണ്ണുണ്ട്. പിന്നെ തോന്നിയില്ല, അതാ ഇങ്ങനെ പോകുന്ന ആളാണ് ബ്ലോക്ക് എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ പോണ ഒരുത്തല്ലേ? യെസ് ഉണ്ട്. അങ്ങേരാണ് ഗ്രൂപ്പ്. ചെങ്ങ എത്ര എണ്ണുണ്ട്? 18. മാറരുതല്ലോ. ഓക്കെ, വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. ഇൻ കേസ് ആർക്കെങ്കിലും പീരിയോഡും ഗ്രൂപ്പും തമ്മിലൊന്ന് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന 7 ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് പോകുന്ന 18 ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു എലമെന്റിന്റെ, ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം കിട്ടിയാൽ ചങ്ങായി ഏത് ഗ്രൂപ്പിലാണ്, ഏത് പീരിയഡിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്കറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം 281 എന്നാണ്. അവസാന ഷെല്ലില് ഇലക്ട്രോണിന്റെ വിന്യാസം അവസാനിക്കുന്നത് 1. അവസാന ഷെല്ലില് ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് 1 വെച്ചിട്ടാണ്. സോ അങ്ങേര് 1ാമത്തെ ഗ്രൂപ്പാണ്. ടോട്ടല് മൂപ്പർക്ക് 3 ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ട്. 1ാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 2ാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, 3ാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അതായത് സോഡിയത്തിന്റെ 11 ഇലക്ട്രോൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് 3 ഷെല്ലിലായിട്ടാണ്. സോ അങ്ങേര് 3ാമത്തെ പീരീഡിലാണ്. ഒന്നും കൂടി, അവസാനത്തെ ഷെല്ല്, അത് സോഡിയത്തിന്റെ കേസിലാകുമ്പോൾ അത് 3ാമത്തെ ഷെല്ല്. 3ാമത്തെ ഷെല്ലില്, അല്ലെങ്കിൽ വേണ്ട, 3ാമത്തെ ഷെല്ല് എന്ന് പറഞ്ഞാൽ പിന്നത്തെ മറ്റു കേസിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനനുസരിച്ച്. ഇവിടെ 1 ഇലക്ട്രോൺ ഉള്ളത് 1ാമത്തെ ഗ്രൂപ്പ്, 2 ആണെങ്കിൽ 2ാമത്തെ ഗ്രൂപ്പേക്കാരം, 3 ആണെങ്കിൽ 3ാമത്തെ ഗ്രൂപ്പേക്കാരം, 18 ആണെങ്കിൽ 18ാമത്തെ ഗ്രൂപ്പേക്കാരം. അപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പ് കിട്ടി. മൂപ്പര ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയപ്പോ മൂപ്പര ഇലക്ട്രോൺസുകൾ നമ്മൾക്ക് 3 ഷെല്ലിലാക്കി അറേഞ്ച് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ 3 ഷെല്ലിലാക്കിയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. സോ അങ്ങേര് 3ാമത്തെ പീരീഡിലാണ്. നിങ്ങൾ പഠിച്ചതാണല്ലോ, വിശദമായിട്ട് ഇനി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇതാണ് നമുക്ക് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ, കണ്ടന്റിന്റെ ഫസ്റ്റ് കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാമെന്നും ആ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതിയിട്ട് അതിൽ നിന്ന് ഗ്രൂപ്പും പീരീഡും എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക എന്നാണ് ഫസ്റ്റ് പറയുന്നത്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച സംഗതിയാണ്, ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, വീഡിയോന്റെ ലെങ്ത് 14 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടോപ്പിക് അടുത്തൊരു വീഡിയോയിൽ പറയാം. ഓക്കെ.